അതിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസെടുത്ത് ആരെങ്കിലും വാമൂടി കെട്ടാമെന്നോ ഭയപ്പെടുത്താമെന്നുള്ളതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കണക്കാക്കി വെക്കുന്നതെങ്കിൽ ഒരു സുബ്രഹ്മണ്യനല്ല, ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ, യു കോൺഗ്രസ് പ്രവർത്തകർ ഈ ചിത്രങ്ങൾ പരസ്യമായി തെരുവിൽ പ്രദർശിപ്പിക്കും എന്നത് പറയാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗിക്കുക. അതിലൊരു ചിത്രം നിർമ്മിതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ആ നിർമ്മിതമായ ചിത്രം അവിടെ നിൽക്കട്ടെ, തൊട്ടപ്പുറത്തിട്ടിരുന്ന മറ്റേ ചിത്രം റിയലായിട്ടുള്ള ചിത്രം തന്നെയല്ലേ. അപ്പൊ അതിന് കലാപാഹോളത്തിന്റെ കേസെടുത്ത് ഇന്ന് അതിരാവിലെ പോലീസ് വീട്ടിൽ പോകുന്നു, അദ്ദേഹത്തെ പിന്നെ ആദ്യം ചോദ്യം ചെയ്യുന്നു, പിന്നെ മൊഴി രേഖപ്പെടുത്താമെന്ന് പറയുന്നു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുന്നതിന് മുമ്പ് ഒരു പിന്നെ ഹൈ ബിപിക്ക് മരുന്ന് കഴിക്കുന്ന ഒരു രോഗി കൂടിയായ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പിണറായി വിജയനും പോലീസും കേരളത്തിൽ ആരെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ സംസ്ഥാനത്തിനകത്തെ വിശ്വാസി സമൂഹം വളരെ ഗൌരവതരമായി കാണുന്ന ഒരു കാര്യം. അതിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസെടുത്ത് ആരെങ്കിലും വാമൂടി കെട്ടാമെന്നോ ഭയപ്പെടുത്താമെന്നുള്ളതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കണക്കാക്കി വെക്കുന്നതെങ്കിൽ ഒരു സുബ്രഹ്മണ്യനല്ല, ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ, യു കോൺഗ്രസ് പ്രവർത്തകർ ഈ ചിത്രങ്ങൾ പരസ്യമായി തെരുവിൽ പ്രദർശിപ്പിക്കും എന്നത് പറയാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗിക്കുക. ഇവിടെ ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധിയായ വിവാദങ്ങൾ ഉയർന്നു വന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനത്തിൽ സർക്കാർ പറയുന്നത് 10 കോടി രൂപയോളം അതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ 10 കോടി രൂപ ചെലവഴിക്കുന്നതിന് വേണ്ടി വകയിരുത്തിയത് ഏതൊക്കെ തരത്തിലാണ്? ആ പണം ഏത് രീതിയിലാണ് ചെലവ് വകയിരുത്തിയിട്ടുള്ളത്? ആ അയ്യപ്പ സംഗമത്തിന് പുറമെ നിന്ന ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടോ? പുറമെ നിന്ന് സംഭാവന നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ഷെയ്ഡി ക്യാരക്ടറായിട്ടുള്ള ഇദ്ദേഹം കൂടിയുണ്ടോ? അതല്ല, പുറമെ നിന്ന് പണം നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്ത ഡിമണി എന്ന് പറയപ്പെടുന്ന വിഗ്രഹ വ്യവസായം ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ എന്നതുകൂടി വ്യക്തമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നത് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് എങ്ങനെയാണ്, അതിന്റെ കണക്കുകൾ പുറത്തുവിടാൻ ഈ ഗവൺമെന്റ് തയ്യാറാകും. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളിൽ നിന്ന് എത്രയാണ് കൈപ്പറ്റിയിട്ടുള്ളത് എന്നതുകൂടി പുറത്തു പറയാൻ ഇവർ തയ്യാറാകണം. ഇവിടെ പോലീസിനെ വിമർശിച്ചാൽ അതിനെതിരെ കേസാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം ഇനി നിർമ്മിതമോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന്റെ റിയൽ ആയിട്ടുള്ള ചിത്രത്തിനോട് ചേർന്ന് വന്നിട്ടുള്ള ചിത്രം മാത്രമാണ്. സമാനമായ ചിത്രങ്ങൾ എത്രയോ ഫോട്ടോസ് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിക്കുന്ന വീഡിയോ ഉണ്ടാക്കി, ഫോട്ടോ ഉണ്ടാക്കി ഇവിടെ സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഈ 2 വർഷത്തിന്റെ ഭാഗത്തുണ്ടായി. എത്രയോ നേതാക്കന്മാരെ ഹീനമായ വ്യക്തിഹത്യ നടത്തി. അതിനെതിരെ എത്രയോ കേസുകൾ ഈ സംസ്ഥാനത്തിനകത്ത് പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി അല്ലെങ്കിൽ കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകും. പല കേസുകളിലും അത് കേസെടുക്കാൻ സാധിക്കുന്നില്ല, അതിന്റെ ലിങ്ക് കിട്ടുന്നില്ല എന്നടക്കമുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പോലീസ് മാറിപ്പോകുന്ന സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ്. അപ്പൊ ഇവിടെ KPCC ജനറൽ സെക്രട്ടറിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. 20 വർഷക്കാലത്തേക്ക് കോടതി ശിക്ഷിച്ച പ്രതിയെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ പോലെ ഇടതുപക്ഷ കോട്ടയിൽ മത്സരിപ്പിക്കുന്നു. അയാൾക്ക് 1 മാസക്കാലത്തിന് ഉള്ളിൽ തന്നെ ഇളവ് കൊടുത്ത് പരോൾ കൊടുക്കുന്നു. എങ്ങനെയാണ് 1 മാസക്കാലത്തിനുള്ളിൽ 20 വർഷക്കാലത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ച ഒരു പ്രതിക്ക് ഈ സർക്കാർ ഇളവ് കൊടുത്തത്? എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ ഒക്കെ ഭാഗമായി ഞങ്ങൾ സെൻട്രൽ ജയിലിൽ പോകുമ്പോൾ അവിടെയൊക്കെ എത്രയോ വർഷങ്ങളോളം ശിക്ഷിക്കപ്പെട്ട് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പല ആളുകൾക്കും പരോൾ കിട്ടാതെ കിടക്കുന്ന കാഴ്ച ഞങ്ങളൊക്കെ കണ്ടതാണ്. അപ്പൊ ഈ CPM-ന്റെ നേതാവായ ബോംബ് നിർമ്മിച്ചതിനല്ല, ബോംബ് നിർമ്മിച്ചത് പോലീസിനെ ആക്രമിച്ചതിനാണ്. ആ പോലീസിനെ എതിരെ ബോംബെറിഞ്ഞ കേസിൽ പ്രതിയാക്കപ്പെട്ട് 20 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് 1 മാസക്കാലത്തിനുള്ളിൽ ഇളവ് കൊടുക്കുകയാണ്, പരോൾ കൊടുക്കുകയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ആ പരോൾ കൊടുത്തത്? അപ്പൊ കേരളത്തിലെ പോലീസിംഗ് എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? ജയിൽ വകുപ്പിൽ ഉന്നതമായ ഉദ്യോഗസ്ഥന്മാർ TP ചന്ദ്രശേഖരൻ കേസിലെ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നൊക്കെ പണം കൈപ്പറ്റി ജയിലിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ വാർത്തകൾ പുറത്തു വന്നു. അതിൽ കേസെടുത്തിട്ട് എത്ര ദിവസമാണ് നടപടിയെടുക്കുന്നതിന് വേണ്ടി കാത്തുനിന്ന് കൊണ്ടുപോകുന്നത്? ഇനി കേസെടുക്കുന്നതാണ് സർക്കാരിന്റെ വ്യഗ്രതയെങ്കിൽ PT കുഞ്ഞുമോഹനെതിരെ ഒരു ബലാത്സംഗ കേസ് വന്നിട്ട് 13 ദിവസമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആ പരാതി ഇരുന്നത്. എത്ര ദിവസമാണ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്? അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഏതെങ്കിലും ഒരു കേസെടുക്കാനുള്ള അവസരം കിട്ടിയാൽ ആ അവസരങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് ഈ സർക്കാർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ പകച്ചു നിൽക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ സംബന്ധിച്ച് സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ
ഈ സർക്കാരിനെതിരായ ജനവികാരത്തിൽ പകച്ചു നിൽക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ സർക്കാരിന്റെ ഈ ചെയ്തികൾ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടി അവസരം ഉപയോഗിക്കുക. ഇത് കേരളത്തിലെ CPM പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിക്ക് ആണിയടിക്കുന്ന തിരക്കിലാണ്. ഓരോ തവണയായി ആഞ്ഞാഞ്ഞടിക്കുന്ന ഓരോ ആണിയും കയറുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിക്ക് മുകളിലാണ് എന്ന് ആ പാർട്ടിയെ സ്നേഹിക്കുന്ന പ്രവർത്തകർ തിരിച്ചറിഞ്ഞാൽ ആ പ്രസ്ഥാനം നിലനിൽക്കും. ഇനിയും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സർക്കാരിന്റെ ശവപ്പെട്ടികളുള്ള അവസാന ആണി ഈ നാട്ടിലെ ജനങ്ങൾ അടിക്കുന്നതിന് ഈ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ സർക്കാരിന് ബാക്കിയുള്ളത്. ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു കാരണവശാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ കേരളത്തിലെ കടുത്ത ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തകരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ സർക്കാരിന് തുടർച്ചയില്ല എന്നുള്ളത് തന്നെയാണ്. ആ ചിന്ത ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി ഉണ്ടായാൽ അവർക്ക് വരും കാലങ്ങളിൽ അവരുടെ സർവീസിൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. മറിച്ച് AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ കേസെടുക്കാനും കള്ളക്കേസിൽ കൊടുക്കാനും ജയിലിലടക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. അതിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ജനങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്.